ലോകത്തിലെ ഊർജ്ജ വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ആഗോള എണ്ണവിലയിൽ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ സഹായം ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന ഭരണകൂടം ചൈനീസ് തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വൻതോതിലുള്ള റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഏറ്റെടുത്ത് ആഗോള വിപണിയിൽ എത്തിക്കാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 100 മില്യൺ ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇപ്പോൾ ചൈനീസ് തീരങ്ങളിൽ നിൽക്കുന്ന കപ്പലുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് സൂചന. അമേരിക്കയുടെ വെനസ്വേലയും ഇറാനും ഉൾപ്പെടുന്ന രാജ്യങ്ങളോടുള്ള കടുത്ത നിലപാടുകളും ഉപരോധങ്ങളും ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചൈന കൂടുതൽ വിലക്കുറവോടെ ലഭ്യമായ റഷ്യൻ എണ്ണയിലേക്ക് വലിയ തോതിൽ തിരിഞ്ഞിരുന്നു. അതേസമയം ഇന്ത്യ അമേരിക്കയുമായി നടത്തിയ വ്യാപാര ധാരണകളും ജിയോ പൊളിറ്റിക്കൽ സമ്മർദ്ദങ്ങളും പരിഗണിച്ച് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഏതാനും ഘട്ടങ്ങളിൽ കുറച്ചതായാണ് വിലയിരുത്തൽ. യുദ്ധത്തിന് മുൻപ് ഇറാൻ നൽകിയിരുന്ന എണ്ണ ഇളവുകൾ കുറയുകയും റഷ്യ ചൈനയ്ക്ക് കൂടുതൽ വിലക്കുറവ് നൽകാൻ തയ്യാറാവുകയും ചെയ്തതോടെ ചൈന വൻതോതിൽ റഷ്യൻ എണ്ണ സംഭരിക്കാൻ തുടങ്ങി. ഇതിന്റെ ഫലമായി ചൈനയുടെ തന്ത്രപ്രധാന എണ്ണ സംഭരണ ശേഷി ഇപ്പോഴേക്കും പൂർണ്ണമായി നിറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിലാണ് റഷ്യയിൽ നിന്നെത്തിയ നിരവധി ഓയിൽ ടാങ്കർ കപ്പലുകൾ ചൈനീസ് തുറമുഖങ്ങളിൽ കാത്തുനിൽക്കുന്ന സ്ഥിതിയിലായത്. ഇപ്പോൾ ഈ കപ്പലുകളിൽ കെട്ടിക്കിടക്കുന്ന ഏകദേശം 100 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ആഗോള വിപണിയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ ഇടപെടണമെന്നാണ് അമേരിക്കയുടെ നിർദ്ദേശം. ഇന്ത്യ ഈ എണ്ണ വാങ്ങി ശുദ്ധീകരണശാലകളിൽ പ്രോസസ് ചെയ്ത് പിന്നീട് അന്താരാഷ്ട്ര വിപണികളിലേക്ക് എത്തിക്കുകയോ മറ്റു രാജ്യങ്ങൾക്ക് വിതരണം ചെയ്യുകയോ ചെയ്യാമെന്നതാണ് ആശയം. ഇതിലൂടെ നിലവിൽ ഉയർന്ന നിലയിൽ തുടരുന്ന ആഗോള ക്രൂഡ് ഓയിൽ വില കുറയ്ക്കാൻ സഹായമാകുമെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. ഇതിനിടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് അമേരിക്ക കഴിഞ്ഞ ദിവസം 30 ദിവസത്തെ പ്രത്യേക അനുമതി നൽകിയിരുന്നു. ഈ മാസത്തിനുള്ളിൽ ഇന്ത്യക്ക് 30 മില്യൺ ബാരലിലധികം റഷ്യൻ ക്രൂഡ് ലഭിക്കുമെന്ന റിപ്പോർട്ടുകളും ഇതിനകം പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് ഇതിൽ കൂടി വലിയ തോതിൽ എണ്ണ ഏറ്റെടുക്കാൻ അമേരിക്ക ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നിരിക്കുന്നതിനാൽ റഷ്യൻ എണ്ണയുടെ വിലയും കൂടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 100 ബില്യൺ ബാരൽ എണ്ണ വാങ്ങുന്നത് ഇന്ത്യക്ക് സാമ്പത്തികമായി എത്രത്തോളം പ്രായോഗികമാണെന്നതും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇന്ത്യയുടെ തന്ത്രപ്രധാന എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും കുറച്ചുകൂടി സംഭരണ ശേഷിയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കൂടാതെ ഇന്ത്യ കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങണമെന്ന നിർദ്ദേശം അമേരിക്ക തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന കാര്യം കൂടി ശ്രദ്ധേയമാണ്. ഇതിലൂടെ റഷ്യയുമായുള്ള ഊർജ്ജ വ്യാപാര ബന്ധം ഒരു പരിധിവരെ സൗകര്യപ്രദമാക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നും വിലയിരുത്തപ്പെടുന്നു. അതേസമയം ചൈനയുടെ സംഭരണശേഷി നിറഞ്ഞതിനാൽ ഇപ്പോൾ കപ്പലുകളിൽ കെട്ടിക്കിടക്കുന്ന എണ്ണ ഇറക്കാൻ ചൈനയ്ക്ക് ആഴ്ചകളോ മാസങ്ങളോ കാത്തിരിക്കേണ്ടി വരാമെന്നാണ് വിലയിരുത്തൽ. ഇത്തരമൊരു വൈകിപ്പിക്കൽ ആഗോള വിപണിയിൽ എണ്ണവില കൂടി ഉയർത്താൻ കാരണമാകാമെന്ന് ഭയപ്പെടുന്നതിനാലാണ് ഇന്ത്യയുടെ സഹായത്തോടെ ഈ എണ്ണ വിപണിയിലെത്തിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. നിലവിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് മേഖലയിലെ സംഘർഷ സാധ്യതകളും ആഗോള എണ്ണ വിതരണത്തെ ബാധിക്കുന്ന സാഹചര്യവും കണക്കിലെടുത്ത് വിപണിയിലെ സ്ഥിരത നിലനിർത്താൻ ഇത്തരം ഇടപെടലുകൾ അനിവാര്യമായേക്കാമെന്നാണ് വിലയിരുത്തൽ. അതേസമയം റഷ്യൻ എണ്ണ വാങ്ങാനുള്ള ഈ നിർദ്ദേശം അമേരിക്കയുടെ റഷ്യയോടുള്ള രാഷ്ട്രീയ നിലപാടിൽ വലിയ മാറ്റം വന്നു എന്നതിന്റെ സൂചനയല്ലെന്നാണ് ചില അമേരിക്കൻ ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നത്. നിലവിലെ ആഗോള ഊർജ്ജ പ്രതിസന്ധിയും ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ പ്രശ്നങ്ങളും പരിഗണിച്ച് എണ്ണവില നിയന്ത്രിക്കാനുള്ള പ്രായോഗിക സാമ്പത്തിക നടപടി എന്ന നിലയിലാണ് ഇതിനെ കാണേണ്ടതെന്നവർ വിശദീകരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.